ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വ്യത്യസ്ത രീതിയിലുള്ള ഒരു മീൻ കറി ട്രൈ ചെയ്താലോ? അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനിവിടെ അയില മീനാണ് കേട്ടോ എടുത്തേക്കണത്. അപ്പോൾ നമുക്ക് കറി വയ്ക്കാൻ ആവശ്യമുള്ള പാത്രം എടുക്കാം. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ വെളിച്ചെണ്ണ എല്ലാവിടെയും ഒന്ന് നമ്മൾ പരട്ടി കൊടുക്കണം. ചട്ടിയിൽ എല്ലാവിടെയും അടിവശത്ത് എല്ലാവിടെയും ആവേണ്ട രീതിയിലൊന്ന് ആക്കിയിട്ട് വയ്ക്കാം. അതിനുശേഷം നമ്മൾ കറിവേപ്പില ഉണ്ടല്ലോ, നല്ല കറിവേപ്പില അടിവശത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ നിരത്തി വെക്കണം. അങ്ങനെ ചട്ടിയുടെ വലിപ്പത്തിനനുസരിച്ച് ഫുള്ളായിട്ട് നമ്മൾ നിരത്തി വയ്ക്കുക. പിന്നെ നമ്മൾ അയില മീനാണ് എടുത്തേക്കുന്നത്. അത് നേരത്തെ തന്നെ വെട്ടി ക്ലീൻ ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചെറുതായിട്ട് പരട്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇനി നമ്മൾ ചട്ടിയിൽ പുളിയാണ് ഇടുന്നത്. കുടംപുളിയാണ് നമ്മൾ യൂസ് ചെയ്യണത്. അത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കായം പൊടി ഇടുന്നുണ്ട്. ഞാനിവിടെ LGയുടെ പൊടിയാണ് യൂസ് ചെയ്യണത്. അത് നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഉലുവ ഉണ്ടല്ലോ, അത് നമ്മൾ വറുത്ത് പൊടിച്ച് വയ്ക്കുക. അതും ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ. അതും ഒരു 1/2 സ്പൂണിൻ്റെ അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. 1/2 സ്പൂണിൻ്റെ അത്ര ഉണ്ടാവില്ല, ഒരു 1/4 സ്പൂണ്. അതിനുശേഷം നമ്മളിവിടെ മീൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തിരുമ്മി വെച്ചേക്കുന്ന മീനെടുത്ത് അത് നമ്മൾ അതിൽ വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഇത്തിരിശാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ടുള്ളൂ, ചെറിയ രീതിയിൽ. ബാക്കി ചാറിന് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി നമ്മളിട്ട് അത് ഇനി റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ അടച്ച് വയ്ക്കാം. അതിനുശേഷം നമ്മൾ മുളക് പൊടി എടുക്കുക. ആ മുളക് പൊടിയിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളതൊരു പേസ്റ്റ് രൂപത്തിലാക്കുക. ഇങ്ങനെ ഒഴിക്കേണ്ട രൂപത്തിൽ അത്രയ്ക്കും നമ്മൾ വെള്ളമൊഴിച്ച് നമ്മളങ്ങനെ വെക്കണം. കുറച്ചും കൂടി നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണം വെളുത്തുള്ളി, ഇഞ്ചി, ഈ സാധനങ്ങളും കൂടി വേണം. നമ്മൾ വേറൊരു പാൻ അടുപ്പിൽ വെച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മൾ കടുക് പൊട്ടിക്കണം. നമ്മൾ കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചേക്കണം നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, അതും കൂടി നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതാ കടുക് പൊട്ടി കഴിഞ്ഞു. ഇനി നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇതാ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് നന്നായിട്ട് പച്ചമണമൊക്കെ മാറി മൂത്ത് വരണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേണ ഇഞ്ചിയും ഇട്ട് കൊടുക്കും. അതും നന്നായിട്ട് മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരണം. അത് അതിൻ്റെ സ്മെല്ലെല്ലാം മാറി വരുമ്പോൾ നമ്മൾ മുളക് പൊടി വെള്ളം ചാലിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ ഈ വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ആ മുളക് പൊടിയും നന്നായി ഇതിൽ മൂത്ത് വരണം. അതിലത്തെ ജലാംശം എല്ലാം വറ്റി നമുക്ക് നന്നായി മൂത്ത് അതിൻ്റെ കളറൊക്കെ മാറി അങ്ങനെ നമുക്ക് കിട്ടണം. അതുവരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം. പൊട്ടിയൊക്കെ തെറിക്കും കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് സൂക്ഷിച്ച് നിന്ന് ഇളക്കി കൊടുക്കണം. അതിലെ വെള്ളത്തിൻ്റെ ഇതുണ്ടല്ലോ, ജലാംശം, അത് തീരുന്നത് വരെ പൊട്ടിക്ക് തെറിക്കും. അപ്പോൾ നമ്മൾ ഇത്തിരി അകലമൊക്കെ നിന്ന് ഇളക്കി കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. ഒരു കളറൊക്കെ മാറി ഏകദേശം ഒരു ബ്രൗൺ കളറല്ല, ഒരു ഇങ്ങനെ മൂത്ത് വരുന്ന ഒരു കളറൊക്കെ ഉണ്ടല്ലോ, അത് ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മളിത് നേരത്തെ നമ്മൾ എടുത്ത് വെച്ച മീനുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. അതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഈ മീൻ വേവാനായിട്ടുള്ളത് ആ ചട്ടിയിൽ കഴുകി ഒഴിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ അടുപ്പിൽ വെച്ച് മീൻ വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ കറിയിൽ. എല്ലാവരും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാ വെള്ളമൊഴിച്ച് നമ്മളിത് വേവിച്ചു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ ഓക്കെ, ബായ്.